നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു സ്ട്രീറ്റ് നമ്മുടെ ഈ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പാഠം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ സ്ട്രീറ്റ് ലൈനിന് ചുറ്റും ഒരു നിവർത്തിയ ചാലകം അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു ചുരുള്, അതിനുശേഷം ഒന്നിൽ കൂടുതൽ ചുരുളാക്കി മാറ്റി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് അത് കൂടും. അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്പർ ഓഫ് ടേൺസും ഇന്റൻസിറ്റി ഓഫ് കറന്റ്, ചുറ്റുകളുടെ എണ്ണവും വൈദ്യുത പ്രവാഹ തീവ്രതയുമാണെന്നും കണ്ടു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് സോളിനോയിഡ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള സംഗതിയാണ്, ഒന്നും അതിൽ പ്രത്യേകിച്ചില്ല. എന്താ, സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് wire wound in the shape of helix. അതായത് ചുരുളാക്കി മാറ്റുക. ഒരു കമ്പിയെ ചുരുളാക്കി മാറ്റി കഴിഞ്ഞാൽ അതെന്തായി? സോളിനോയിഡ് ആയി. ഹെലിക്സ് സർപ്പിൾ ആകൃതി എന്നാ പറയുക. ഈ ആകൃതിക്ക് സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കമ്പിച്ചുരുളിന് പറയുന്ന പേരാണ് എന്ത്? സോളിനോയിഡ്. Such coiled conductors are used to make use of the magnetic effect of electricity. അവിടെ ആ സോളിനോയിഡ് ഉപയോഗിക്കുന്നത് ഏതാ? കാന്തിക ഫലമാണ്. ഇലക്ട്രിസിറ്റിയുടെ, വൈദ്യുതിയുടെ കാന്തിക ഫലമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. കാന്തിക ഫലത്തിനെ കുറിച്ചാണ്. ഇനി ഈ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കും. ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ? ബാർ മാഗ്നറ്റിൽ ഒരറ്റം നോർത്ത് പോളും ഒരറ്റം സൗത്ത് പോളുമാണ്. കൃത്യമായിട്ട് നമുക്ക് ഏതാണ് നോർത്ത് പോള് ഏതാ സൗത്ത് പോള് എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തി അതിൽ ഒരറ്റം കണ്ടെത്താൻ കഴിയും. ഒരറ്റം നോർത്ത് പോളും ഒരറ്റം സൗത്ത് പോളും. അതുമാതിരി അപ്പൊ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നിങ്ങൾ വരച്ചിട്ടുണ്ട് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്. അതുമാതിരി ബാർ മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പിച്ചുരുളാണ് സത്യത്തിൽ എന്ത്? സോളിനോയിഡ്. ഇനി നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സോളിനോയിഡ് എന്നുള്ള അതിന്റെ ആ ഭാഗത്ത് ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ബുള്ളറ്റിൻസ് ഉണ്ട്. അതിൽ ആവശ്യമുള്ളത് നമുക്കിപ്പോ ആൻസർ ചെയ്യാം. എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? ടേക്ക് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓഫ് ലെങ്ത് നോട്ട് ലെസ് ദാൻ 1 മീറ്റർ നീളമുള്ള ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഒരു സോളിനോയിഡ് ആക്കി മാറ്റുക. സോളിനോയിഡ് ആക്കി മാറ്റിയതിനു ശേഷം എന്ത് വേണം? കൗണ്ട് ദ നമ്പർ ഓഫ് ടേൺസ്, എണ്ണി നോക്കുക, ചുറ്റുകളുടെ എണ്ണം എണ്ണി നോക്കുക. ഇനി ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നെറ്റ് വെൻ കറന്റ് from a cell is passed through it after inserting a soft iron core. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കറന്റ് കടത്തിവിടുക. അങ്ങനെ കറന്റ് കടത്തിവിട്ടാൽ ഇതിലേക്ക് ഒരു പച്ച ഇരുമ്പിന്റെ കഷ്ണം കയറ്റി വെക്കുക. എന്നിട്ട് കറന്റ് കടത്തിവിടുക. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കും. പച്ചിരുമ്പ് കോർ ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെ സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ പച്ചിരുമ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഇരുമ്പ്, അല്ലാതെ പിന്നെ എന്താണുള്ളത്? വേറെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്. അതാണ് സ്റ്റീല് ഒക്കെ നമ്മൾ സാധാരണ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇതിലേക്ക് കാർബൺ ചേർത്ത് ആ ഇരുമ്പിന്റെ സ്വഭാവം മാറ്റിയിട്ടാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക. അല്ലാതെ ശുദ്ധമായ വേറെ അലോയ് അല്ലാതെ അല്ലെങ്കിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ വേറെ മാലിന്യങ്ങൾ ചേർക്കാത്ത ഇരുമ്പാണ് ഇത് സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ പച്ച ഇരുമ്പ്. അല്ലാണ്ട് പച്ച നിറത്തിലുള്ള ഇരുമ്പൊന്നുമല്ല. അപ്പോ it will act as a magnet when current from a cell is passed through it after inserting a soft iron core. What is the device known as? ഈ ഡിവൈസിന് എന്താണ് പേര് പറയുക? എന്താ? വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്. നമ്മൾ 8ൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി with the help of a magnetic compass check the speciality of magnetism at either ends of the solenoid. ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്താൽ ഇതിന്റെ രണ്ടറ്റത്തും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ സ്വഭാവം കണ്ടെത്താൻ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരറ്റത്ത് നോർത്ത് പോളും ഒരറ്റത്ത് സൗത്ത് പോളും ആണ് ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു. ഇനി അവിടെ അപ്പൊ കാന്തിക മണ്ഡലം, അപ്പൊ ഇത് എന്ത് ചെയ്യണം? നമ്മള് സോഫ്റ്റ് ഈ സോളിനോയിഡിന്റെ ഇരുവശത്തുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സോളിനോയിഡ് കിഴക്ക് പടിഞ്ഞാറായിട്ട് വെക്കണം, ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് വെക്കണം.
തെക്ക് വടക്കായിട്ട് വെക്കരുത്. വെച്ചതിന് ശേഷം മാഗ്നറ്റിക് നീഡില് അല്ലെങ്കിൽ കോമ്പസ് ബോക്സ് അടുത്ത് കൊണ്ടുവയ്ക്കുക. ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഇനി ഈ എൻഡ്, സോളിനോയിഡിന്റെ ഈ എൻഡ് നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചാൽ ഈ എൻഡ് നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യും. ഈ അറ്റം കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിനെ ആകർഷിച്ചു എന്നുണ്ടെങ്കിൽ ഈ അറ്റം കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തെ വികർഷിക്കും. എന്ന് പറഞ്ഞാൽ ഈ സോളിനോയിഡിന്റെ ഈ എൻഡിലും ഉണ്ടാകുന്ന കാന്തിക ധ്രുവം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോ എന്താ പറയുന്നത്, വിത്ത് ഹെൽപ്പ് ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് ചെക്ക് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മാഗ്നറ്റിസം അറ്റ് ഐദർ എൻഡ്സ് ഓഫ് ദ സോളിനോയിഡ്. ഇനി what is the change observed in the movement of the magnetic needle when the experiment is repeated after removing the soft iron core? അതിനുശേഷം ആദ്യപതിൽ സോഫ്റ്റ് അയൺ കോർ വച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ഈ സോഫ്റ്റ് അയൺ കോർ റിമൂവ് ചെയ്തിട്ട് ഇതേ എക്സ്പെരിമെന്റ് ആവർത്തിക്കാം. ഈ സോഫ്റ്റ് അയൺ കോർ എടുത്തതിന് ശേഷം പച്ചിരുമ്പ് കോർ അതിൽ നിന്നും എടുത്തതിന് ശേഷം ഈ പരീക്ഷണം ആവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്തസൂചിയുടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷന്റെ തോത് കുറയും. ആദ്യം നന്നായിട്ട് ഡിഫ്ലക്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറയും. കാരണം എന്താ, ഈ കാന്തശക്തി കുറഞ്ഞു, ഈ സോളിനോയിഡിന് ചുറ്റുമുണ്ടായ കാന്തശക്തി കുറയുന്നു. അപ്പൊ എന്താ സോഫ്റ്റ് അയൺ കോറിന്റെ പ്രത്യേകത? ഈ കോയിൽ അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലും ആവശ്യം വരും. ഇത്തരത്തിൽ സോളിനോയിഡിൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ്, ആ കാന്തിക ബലരേഖകള് സോളിനോയിഡ് ചേർന്ന് നിൽക്കും. സോളിനോയിഡ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പിച്ചുരുളിന്, ആ സോളിനോയിഡിന് ചുറ്റും അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചു നിൽക്കും. എന്നാൽ സോളിനോയിഡിന്റെ ഉള്ളില് ഒരു പച്ചിരുമ്പ് കോറ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയൺ കോറ് കയറ്റി ഈ കാന്തിക ബലരേഖകള്, ലൈൻസ് ഓഫ് ഫോഴ്സുകള് സോളിനോയിഡിനോട് അടുത്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തശക്തി, അതിന്റെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത കൂടും. ചക്കപ്പഴം വെട്ടിക്കഴിഞ്ഞാൽ ഈച്ച വരണ മാതിരി പച്ചിരുമ്പ് കോറ് വെച്ച് കഴിഞ്ഞാൽ അകന്നുപോയ കാന്തിക ബലരേഖകള് അടുത്തേക്ക് വരും. അതിനാൽ ഇതിൽ നിന്നും സോളിനോയിഡ് നീക്കം ചെയ്താൽ ഇതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലം കൂടുതൽ അകലേക്ക് വ്യാപിക്കും. അതിനാൽ ഇതിന്റെ സമീപത്തുള്ള കാന്തശക്തി കുറയും. അതിനാൽ കാന്തസൂചി കുറച്ചേ വിഭ്രംശിക്കുള്ളൂ, കുറച്ചേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അതാണ്. ഓക്കെ, അപ്പോ അവിടെ ചോദിച്ചത് എന്താ, വാട്ട് ഇസ് ദ ചേഞ്ച് ഒബ്സർവ്ഡ്? എന്താ, ദ ഡിഫ്ലക്ഷൻ ഡിക്രീസസ്, അവിടെ വിഭ്രംശം കുറയുന്നു എന്നാണ് ഉത്തരം. ഇനി അടുത്തത്, ഫ്രം ദ മൂവ്മെന്റ്സ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഇൻ ദ മാഗ്നറ്റിക് കോമ്പസ് ഫൈൻഡ് ഔട്ട് ദ പൊളാരിറ്റി ഓഫ് ദ സോളിനോയിഡ് ആൻഡ് മാർക്ക് ദം. ആ മൂവ്മെന്റിൽ നിന്നും എന്താണ് പൊളാരിറ്റി, ധ്രുവത എന്താണെന്ന് മാർക്ക് ചെയ്യാൻ. അപ്പോ ഈ നോർത്ത് പോള് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് പോളും, ഈ സോളിനോയിഡിന്റെ ഈ എൻഡിൽ ഉണ്ടായത് സൗത്ത് പോൾ. ഈ ഉത്തരധ്രുവം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത് എന്താ, ദക്ഷിണ ധ്രുവമാണ്. ഈ ഉത്തരധ്രുവം ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഏതാ, സോളിനോയിഡിന്റെ എൻഡിലെ റിപ്പൽഷൻ ആണ്, വികർഷനാണ് നടന്നത്. അപ്പൊ ഇവിടെ നോർത്ത് പോൾ ഉണ്ടാകണം. അങ്ങനെ കോമ്പസ് ബോക്സിന്റെ അല്ലെങ്കിൽ കാന്തസൂചിയുടെ സഹായത്താൽ നമുക്ക് ഈ സോളിനോയിഡിന്റെ രണ്ടറ്റത്തും ഉണ്ടാകുന്ന ധ്രുവം അല്ലെങ്കിൽ പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഹോൾഡ് എ കറന്റ് ക്യാരിയിങ് അപ്പൊ ഇത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ ഒരു സോളിനോയിഡിന്റെ രണ്ട് അഗ്രങ്ങളിലും രണ്ടറ്റത്തും ഉണ്ടായ മാഗ്നറ്റിക് പോൾസ്, കാന്തിക ധ്രുവങ്ങളെ നമ്മൾ കണ്ടെത്തിയത് പരീക്ഷണം ചെയ്ത് ഒരു കോമ്പസ് ബോക്സ് അല്ലെങ്കിൽ ഒരു സോളിനോയിഡ് ഒരു കോമ്പസ് ബോക്സ് അല്ലെങ്കിൽ ഒരു കാന്തസൂചി വച്ച് ആ കാന്തസൂചിയുടെ റിഫ്ലക്ഷന്റെ ദിശ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സോളിനോയിഡിൽ ഉണ്ടായ ധ്രുവം കണ്ടെത്തിയത്. ഇനി അല്ലാതെ നമുക്ക് തിയററ്റിക്കലായിട്ട് നിയമം പ്രകാരം നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The end of the solenoid at which current flows in the clockwise direction will be south pole. ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ പ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി ഒഴുകുന്ന അഗ്രം സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവവും
ഇനി അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി ഒഴുകുന്ന അഗ്രം ഉത്തര ധ്രുവവും ആയിരിക്കും. അപ്പോ പരീക്ഷയ്ക്ക് സോളിനോയിഡിന്റെ ചിത്രം തന്നിട്ട് അതിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നതായിട്ട് കാണിച്ചിട്ട് ഓരോ എൻഡിലും ഉണ്ടാകുന്ന ധ്രുവം ചോദിക്കും. അപ്പൊ ചിത്രം വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല. ചിത്രം വ്യക്തമല്ലാതെ ചോദിക്കാറുണ്ട്, നിവൃത്തിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നേരെ കൃത്യം നല്ല രീതിയിൽ 3 ഡയമെൻഷനൽ ആയിട്ട് ചിത്രം കൊടുത്തു വെച്ചാൽ നമുക്ക് ഉത്തരം എഴുതാനും പറ്റും. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ, അതായത് അപ്രദക്ഷിണ ദിശയില് വൈദ്യുതി പ്രവഹിക്കുന്ന ഭാഗം ഉത്തരധ്രുവം, അതായത് നോർത്ത് പോള്. പ്രദക്ഷിണ ദിശയില് വൈദ്യുതി ഒഴുകുന്ന ഭാഗം, കറന്റ് ഫ്ലോ ഉണ്ടാകുന്ന ഭാഗം, അത് ക്ലോക്ക് വൈസില് കറന്റ് ഫ്ലോ ഉണ്ടാകുന്ന ഭാഗം ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ. അതാണ് ഇവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഓർക്കാൻ ഒരു എളുപ്പമുണ്ട്. എന്താ? ആന്റി ക്ലോക്ക് വൈസ് N ഉണ്ട്. ആന്റി ക്ലോക്ക് വൈസിൽ എന്താ? നോർത്ത് പോൾ. ആന്റി ക്ലോക്ക് വൈസിൽ നോർത്ത് പോൾ. അപ്പൊ പിന്നെ ക്ലോക്ക് വൈസിൽ ഏതാ? സൗത്ത് പോൾ. നമുക്കിനി നോക്കാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വെറുതെ ഒരു കോയിൽ, ഒരു സോഫ്റ്റ് അയൺ കോർ മാതിരി ഒരു കോയിൽ, അതിൽ ഞാൻ ഒരു വയർ, ഇൻസുലേറ്റഡ് വയർ ഞാൻ ചുറ്റുന്നുണ്ട്, വൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഈ വയറ് ഈ വശത്താണ്, വലതുവശത്താണ്, ഈ വയറ് ഇടതുവശത്താണ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് വൈദ്യുതി ഇപ്പൊ ഇവിടുന്ന് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയാണ്. അതായത് ഇവിടെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഒഴുകുക ഇങ്ങോട്ട് മുകളിലേക്ക് ഒഴുകി ചുറ്റി താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ചിത്രം കോയിൽ ഇങ്ങനെയാണ്. അപ്പോ വൈദ്യുതി ഒഴുകുക എങ്ങനെയാ? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് ഒഴുകുക. ഈ ഡയറക്ഷനിൽ ഒഴുകിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ഏതാ? നിങ്ങൾ അതായത് നമുക്ക് സോളിനോയിഡ് നിങ്ങൾക്ക് ഫേസ് ചെയ്ത് പിടിക്കണം. അപ്പൊ നിങ്ങൾ സോളിനോയിഡിന്റെ ഈ വശം നോക്കുന്ന സമയത്ത് ഈ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് അഥവാ അപ്രദക്ഷിണ ദിശയാണ്. വൈദ്യുതി ഒഴുകുന്ന ദിശ അപ്രദക്ഷിണമാണ്. അതിനാൽ ഈ എൻഡില് എന്ത് സംഭവിക്കും? നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം ഉണ്ടാകും. ഇനി സ്വാഭാവികമായിട്ട് അപ്പൊ ഈ എൻഡിൽ എന്തായിരിക്കും? ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ ആയിരിക്കും. കാരണം ഇവിടെ കറണ്ട് വരിക എങ്ങനെയാ? ഇവിടെ വൈദ്യുതി വരിക എങ്ങനെയാ? ഇവിടെ വൈദ്യുതി ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒഴുകി ഇതാ വയറിങ്കടാണ്. ഇവിടെ വൈദ്യുതി ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ഏതാ? ക്ലോക്കിലെ സൂചി തിരിയണ മാതിരി, അതായത് പ്രദക്ഷിണ ദിശയാണ്. അതിനാൽ ഇവിടെ എന്താ? ദക്ഷിണ ധ്രുവമാണ്. അപ്പൊ ഈ ചിത്രം കൃത്യമായിട്ട്, അപ്പൊ ഇപ്പോഴും ഒരു വയറ് ഈ ഭാഗത്തും ഒരു വയറ് ഈ ഭാഗത്തുമായിട്ടാണ് നമുക്ക് ചിത്രം തരേണ്ടത്. അത് ചിത്രത്തിൽ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ചിത്രത്തിൽ വ്യക്തമല്ലാതെ ചോദിക്കാറുണ്ട്. പഴയ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വ്യക്തമല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല, നിവൃത്തിയില്ല. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ദാനം തരാൻ സർക്കാർ ചിലപ്പോൾ തീരുമാനിക്കും. ഓക്കെ, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഇവിടെ സംഗതി അത്രയേ ഉള്ളൂ. ആന്റി ക്ലോക്ക് വൈസില് നോർത്ത് പോളും ക്ലോക്ക് വൈസില് സൗത്ത് പോളും. ഇനി അടുത്തതായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത്. ഇത് നമ്മൾ പഠിച്ചതാണ്, ഇലക്ട്രോ മാഗ്നറ്റ് പഠിച്ചതാണ്. സത്യത്തിൽ ഇത് ഇലക്ട്രോ മാഗ്നറ്റ് തന്നെയാണ്, വൈദ്യുത കാന്തം തന്നെയാണ്. ഇതിലൊരു സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ അത് വൈദ്യുത കാന്തായി. എന്തൊക്കെയാണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടിക്കഴിഞ്ഞാൽ കാന്തശക്തി കൂടും. പിന്നെയോ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കാന്തശക്തി കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ, വണ്ണം കുറഞ്ഞ സോഫ്റ്റ് അയൺ കോർ വയ്ക്കുക. ഛേദതല വിസ്തീർണം, വണ്ണം കുറഞ്ഞ സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ കുറയും. വണ്ണം കൂടിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഛേദതല വിസ്തീർണം കൂടിയ പച്ചരിമ്പ് വെച്ച് കഴിഞ്ഞാൽ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തശക്തി വർദ്ധിക്കും. അപ്പൊ ഇതും അറിയണം. അപ്പോ ചിത്രം തന്നിട്ട് ദിശ ചോദിക്കാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിന്റെ പ്രത്യേകത, സോളിനോയിഡിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. സോളിനോയിഡിന്റെ നമ്മുടെ ബാർ മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കും. NS നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ സാധാരണ
കാന്തിക ബലരേഖകള് ലൈൻസ് ഓഫ് ഫ്ലക്സ് എങ്ങനെയാണ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്, നോർത്ത് പോളിൽ നിന്നും പുറത്ത് എങ്ങനെയാണ് ദിശ, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്. ഉള്ളില് നേരെ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കാണ് ഉള്ളിലത്തെ ബലരേഖകളുടെ ദിശ. ഇതുമാതിരി തന്നെ നമുക്ക് എന്തിലും കിട്ടും, സോളിനോയിഡിലും കിട്ടും. സോളിനോയിഡ് സോളിനോയിഡ് എങ്ങനെ വരിക, ഇങ്ങനെ. സോളിനോയിഡില് പോൾ ധ്രുവങ്ങൾ തീരുമാനിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയാണ്. ഇവിടെ കറണ്ട് ഉള്ളിലേക്ക് ഈ ഡയറക്ഷനിൽ ഉള്ളിലേക്ക് കടന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോ ഈ ഭാഗത്ത് ഈ എൻഡിലും ഏത് പോളാണ് ഉണ്ടാകുക എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ കറണ്ട് ഒഴുകുന്നത് ഇത്തരത്തിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഈ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, പ്രദക്ഷിണ ദിശ അഥവാ ക്ലോക്ക് വൈസ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പൊ എന്തുണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. ഈ എൻഡിലോ നോർത്ത് പോളും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റിന്റെ ചുറ്റും എങ്ങനെയാണോ ലൈൻസ് ഓഫ് ഫ്ലക്സ് ഉണ്ടാവുക, അതേ രീതിയിലുള്ള ലൈൻസ് ഓഫ് ഫ്ലക്സ് അല്ലെങ്കിൽ ബലരേഖകൾ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പോ കാന്തിക ബലരേഖകളുടെ ദിശ നമുക്കറിയാം, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. ഇതാണ് നോർത്ത് പോള്. അപ്പൊ ബലരേഖ വരയ്ക്കുമ്പോൾ ഇത്തരത്തിൽ വരയ്ക്കണം. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്. അപ്പൊ ആരോ മാർക്കും കിട്ടും. ഇനി തിരിച്ചിവിടെ വരെ എത്താത്ത ബലരേഖകളാവുമ്പോൾ, ലൈൻസ് ആവുമ്പോൾ ജസ്റ്റ് നോർത്ത് പോൾ ആവുമ്പോൾ പുറത്തേക്ക് ആരോ മാർക്ക് ഇടുക, സൗത്ത് പോൾ ആവുമ്പോൾ അകത്തേക്ക് ഉള്ളിലേക്ക് ആരോ മാർക്ക് ഇടുക. കാരണം നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. അപ്പൊ ഇത് ചിത്രത്തില് കൊടുത്തിട്ടുണ്ട്. അവിടെ ബാർ മാഗ്നറ്റിന്റെയും ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് വരച്ച് പഠിക്കണം. ഈ ടേബിൾ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.